3 സംസ്ഥാനങ്ങൾക്ക് പ്രളയ ദുരിതാശ്വാസം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ. ഗുജറാത്തിന് 600 കോടിയും മണിപ്പൂരിന് 50 കോടിയും ത്രിപുരയ്ക്ക് 25 കോടിയുമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. കേരളം ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുക അനുവദിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വയനാട് ദുരന്തത്തിൽ ഉൾപ്പെടെ കേന്ദ്ര സഹായം അനുവദിക്കുന്നതിനായി കേരളം വിശദമായ മെമ്മോറാണ്ടം നൽകിയിട്ടുണ്ടെങ്കിലും തുടർ നടപടിയുണ്ടായിട്ടില്ല. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സംഘവും കേരളത്തിലെത്തിയിരുന്നു. കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും കേരളത്തിന് കേന്ദ്ര സഹായം പ്രഖ്യാപിക്കുക. വയനാട് ദുരന്തമുണ്ടായി 2 മാസം പിന്നിട്ടിട്ടും കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെ വിമർശനം ഉയരുന്നതിനിടെയാണ് 3 സംസ്ഥാനങ്ങൾക്ക് പ്രളയ സഹായം കേന്ദ്രം പ്രഖ്യാപിച്ചത്. SDRF-ൽ നിന്നുള്ള കേന്ദ്ര വിഹിതവും NDRF-ൽ നിന്നുള്ള തുകയും ചേർന്നാണ് പണം അനുവദിച്ചത്. ഗുജറാത്തിന് 600 കോടി രൂപയും മണിപ്പൂരിന് 50 കോടി രൂപയും ത്രിപുരയ്ക്ക് 25 കോടി രൂപയുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 ശക്തമായ മഴക്കെടുതിയും പ്രളയവും മണ്ണിടിച്ചിലും നേരിട്ട സംസ്ഥാനങ്ങളാണ്. പ്രളയം ബാധിച്ച സംസ്ഥാനങ്ങളെ സഹായിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വം സദാ സന്നദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഈ അടുത്തായി പശ്ചിമ ബംഗാളും ബീഹാറും മഴക്കെടുതി നേരിട്ടിരുന്നു. ഈ വർഷം മാത്രം കേന്ദ്ര സർക്കാർ 9,044 കോടി രൂപ സഹായമാണ് 21 സംസ്ഥാനങ്ങൾക്കായി SDRF-ൽ നിന്ന് വകയിരുത്തിയത്. NDRF-ൽ നിന്ന് 4,529 കോടി രൂപ 15 സംസ്ഥാനങ്ങൾക്കും വകയിരുത്തി. SDMF-ൽ നിന്ന് 15 സംസ്ഥാനങ്ങൾക്ക് 1,385 കോടി രൂപയും നൽകിയെന്നും കേന്ദ്രം വ്യക്തമാക്കി.